വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ എം ധന്യ ജോർജ്. ട്രേഡിംഗ് ചെയ്താൽ ക്യാഷ് പോകും, അതൊരു ഗാംബ്ലിംഗ് മാത്രമാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഒരു മികച്ച ബിസിനസ് ആണ് എന്ന് പറയുന്നവരുമുണ്ട്. ശരിക്കും ട്രേഡിംഗ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ചെയ്യുന്ന ട്രേഡിംഗ് ശരിയായ രീതിയിലാണോ എന്ന് നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് തെറ്റായ ട്രേഡിംഗ്? യാതൊരു പഠനവുമില്ലാതെ ആരോ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് അവരുടെ ടിപ്സും എടുത്ത് ഒരു രാത്രി കൊണ്ട് തന്നെ നമുക്ക് പണക്കാരനാകാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ട്രേഡിംഗ് ആണ് തെറ്റായ ട്രേഡിംഗ്. അതിനെയാണ് നമ്മൾ ഗാംബ്ലിംഗ് എന്ന് വിളിക്കുന്നത്. എന്താണ് ശരിയായ രീതിയിലുള്ള ട്രേഡിംഗ്? കറക്റ്റ് ആയിട്ട് പഠിച്ച് കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് ഒരു ബിസിനസ് എന്ന രീതിയിൽ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കലി ചെയ്യുന്ന ട്രേഡിംഗ് ആണ് ശരിയായ രീതിയിലുള്ള ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ട്രേഡിംഗ് രീതി ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് 7 ഡേയ്സ് ചലഞ്ച് കൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരാഴ്ചത്തെ നിങ്ങളുടെ ട്രേഡിംഗ് 4 കാര്യങ്ങൾ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം നമുക്ക് ശരിയായ രീതി എന്താണെന്ന് നോക്കാം. 1, നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 1 to 2% മാത്രം റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു. 2, കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ച് അത് ഹിറ്റ് ആയാൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. 3, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് ഓവർ ട്രേഡ് ചെയ്യാതെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു. 4, നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് കൃത്യമായി നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കും. ഇനി തെറ്റായ രീതി എന്താണെന്ന് നോക്കാം. 1, ഉള്ള ക്യാപിറ്റൽ മുഴുവൻ ഒരു ട്രേഡിൽ തന്നെ റിസ്ക് വെക്കുന്നു. 2, കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെക്കാതെ മാർക്കറ്റ് പ്രോഫിറ്റിലേക്ക് വരുമെന്ന് വെറുതെ വിചാരിച്ച് കാത്തിരിക്കുന്നു. 3, നമുക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് വീണ്ടും വീണ്ടും റിവെഞ്ച് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓവർ ട്രേഡിംഗ് ചെയ്യുന്നു. 4, ലാഭനഷ്ട കണക്കുകൾ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി വെക്കുകയോ അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരിക്കുകയില്ല. ഈ വരുന്ന 7 ദിവസം നിങ്ങൾ എടുത്ത ട്രേഡുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ തെറ്റായ രീതിയിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ റോങ് ഡയറക്ഷനിലാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിലാണ് ട്രേഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഓവറോൾ ലോസ് ആണെങ്കിൽ പോലും നിങ്ങൾ ശരിയായ ഡയറക്ഷനിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ലാഭനഷ്ടങ്ങൾ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്